വളരെ ജ്ഞാനികളായ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ജീവിതം എന്തെന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ 3 സ്ഥലങ്ങൾ നാം സന്ദർശിക്കണം. ഒന്നാമതായിട്ട് ഹോസ്പിറ്റലുകൾ നാം സന്ദർശിക്കണം. ആശുപത്രികളിൽ ചെല്ലുമ്പോൾ മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ എന്തെന്ന് അവിടെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. ഞാൻ പതിവായിട്ട് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പല പല കാര്യങ്ങൾക്ക് പോകാറുണ്ട്. എൻ്റെ ഇളയ മോന് രഞ്ജിത്തിന് അവിടെ വെച്ച് ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ പല ആവർത്തി ഞാനിവിടെ പോയിട്ടുണ്ട്. ഒത്തിരി വർഷങ്ങളായിട്ടും അവിടെ പല കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുണ്ട്. രോഗികളെ കാണാൻ പോയിട്ടുണ്ട്, എൻ്റെ ബന്ധുക്കളുമായിട്ട് ഞാൻ പോയിട്ടുണ്ട്, എൻ്റെ മോനുമായിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ. അതായത് വളരെ ധിക്കാരത്തോടും അഹങ്കാരത്തോടും ഒരു മനുഷ്യനെയും സ്നേഹിക്കാതെ കണ്ട് മത്സര മനോഭാവത്തിൽ ജീവിക്കുന്ന ആൾക്കാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്ട്രെച്ചറിൽ കയറ്റി കിടത്തും. തന്നെ തള്ളിക്കൊണ്ട് പോകാൻ പോലും പറ്റില്ല. 2 പേര് വേണം തള്ളിക്കൊണ്ട് പോകാൻ, അല്ല ഒരാൾ വേണം. അവിടെ ചെല്ലുമ്പോഴറിയാം മനുഷ്യ ജീവിതത്തിൻ്റെ നിസ്സഹായാവസ്ഥ എന്താണ് എന്നുള്ളത്. രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഒരു പ്രിസണാണ്, അതായത് ജയിലാണ്. ജയിലിൽ ചെല്ലുമ്പോൾ കാണുവാൻ വേണ്ടി കഴിയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യം എത്ര മാത്രം വലുതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ജയിലിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്ന ആൾക്കാർ ആ സ്വാതന്ത്ര്യം നിയമത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും അനവധി ആൾക്കാരെ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഹനിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് അവർ ജയിലിൽ കിടക്കുന്നത് കാണുവാനായിട്ട് കഴിയും. സ്വാതന്ത്ര്യമുള്ള സമയത്ത് നാം എന്താണ് ചെയ്യേണ്ടത്? മറ്റുള്ളവർക്ക് ദോഷം ചെയ്യരുത്, നന്മ ചെയ്യുക, ഗുണം ചെയ്യുക, ഉപകാരം ചെയ്യുക. മൂന്നാമതായിട്ട് നമ്മൾ പോകേണ്ട സ്ഥലമെന്ന് പറയുന്നത് സെമിട്രിയാണ്. സെമിത്തേരി ചെല്ലുമ്പോൾ കാണുവാൻ വേണ്ടി കഴിയും നാം ചവിട്ടി നടക്കുന്ന മണ്ണ് നമ്മുടെ മേൽക്കൂരയായിട്ട് നിൽക്കുന്നത് സെമിത്തേരിയിൽ ചെല്ലുമ്പോൾ കാണുവാൻ കഴിയും. എല്ലാ മനുഷ്യരുടെ അനുഭവം അത് തന്നെയാണ്. അവിടം വരെ ഉള്ളു. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവിടം വരെ ഉള്ളൂ. അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ മനുഷ്യർക്ക് ഭയമുണ്ടാകും. നമ്മൾ കിടക്കുന്നതിൻ്റെ മുകളിൽ നാം നിൽക്കുന്ന മണ്ണ് മേൽക്കൂരയായിട്ട് തീരുക എന്ന് പറയുമ്പോൾ ഇതിലൂടെ നാം എന്താ മനസ്സിലാക്കേണ്ടത്? ജീവിക്കുന്ന കാലം. ബൈബിളിൽ മനോഹരമായൊരു വാക്യമുണ്ട്. സഭാപ്രസംഗയുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം.